പിണറായി വിജയൻ എന്ന് അധികാരത്തിൽ കയറിയോ അന്ന് തുടങ്ങി കേരളത്തിന്റെ കഷ്ടകാലം. കേരളത്തിന് മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തെ മുച്ചൂടും പിടിക്കുന്ന മുഖ്യമന്ത്രി എന്ന് അമേരിക്കയെ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അന്നെല്ലാം അവിടെ ഒന്നുകിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്ക പോയപ്പോ ടെക്സാസിൽ പ്രളയം കേട്ടു, അല്ലേ? പ്രളയം പിന്നെന്തോ ഇന്നാള് നോക്കിയപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയൊരു ചുഴലിക്കാറ്റ് അവിടെ വരുന്നതാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ? പിണറായി വിജയൻ കേരളത്തിലെ CPM സെക്രട്ടറി ആയിരുന്നുകൊണ്ട് UDF ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ ഒരു കേരള യാത്ര നടത്തി. ആ യാത്ര കൊല്ലമടക്കം കടന്ന് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് സമാപിക്കുമ്പോ ആ വലിയ സമ്മേളനം, ലക്ഷക്കണക്കിന് സഖാക്കളൊക്കെ പങ്കെടുക്കുന്ന വലിയ സമ്മേളനത്തില് സഖാക്കന്മാര് കൊണ്ടുവന്ന് 2 പ്രാവിനെ പിണറായി വിജയനിലേക്ക് കൊടുത്തു. നാട്ടുകാരെ ഈ പ്രാവ് തന്ന ഉയർത്തിവിടും, പ്രാവ് പറന്നു പോകും. ഞാൻ ഇന്നുവരെ അമ്മച്ചാണ് സത്യം, ഇന്നുവരെ ഞാൻ പ്രാവ് പറന്നുയരുന്നതേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ചത്ത് മലച്ച് വീഴുന്നത് കണ്ടത് പിണറായി വിജയന്റെ തൃക്കൈ കൊണ്ട് ആ പ്രാവിനെ പറത്തിയ അന്നാണ്. അന്നു തുടങ്ങി കേരളത്തിന്റെ കഷ്ടകാലം. നിപ്പ വന്നു, കൊറോണ വന്നു, 2 പ്രളയം വന്നു, പിന്നെയും പേരറിയാത്ത എത്ര രോഗങ്ങൾ വരുന്നു. പക്ഷെ സഖാക്കത് വലിയ ചാകരയാണ്. എങ്ങനെയെന്ന് വെച്ചാ കൊറോണ വന്നാൽ 1500 രൂപയുടെ സാധനം വാങ്ങിക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്കാണ്. ആ സീസണമ്മ ഉറങ്ങാതിരുന്ന് കട്ടുപിടിച്ച കഥ നമ്മളെ മറന്നിട്ടില്ല. കേരളത്തിലെ കൊറോണ വന്ന് മരിച്ച രോഗികളുടെ എണ്ണം കൂട്ടിവെച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ കള്ളം പറഞ്ഞൊരു സർക്കാർ, അതുപോലെ കൊറോണയെ ലാക്കാക്കി കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ ഒരു സർക്കാർ, അടിച്ചു മാറ്റുന്നതിന്റെ പകുതി ഈ സർക്കാർ ആശുപത്രി സൂചി നൂലും വാങ്ങിക്കാൻ ഉപയോഗിച്ചുകൂടെ സഖാക്കളെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നില്ല. ഈ നാട്ടിലെ ആരോഗ്യരംഗം തച്ചു തകർത്ത ഈ പിണറായി സർക്കാരിനെ അറബിക്കടലിൽ തള്ളിയിട്ടിട്ട് കേരളത്തിലെ കോൺഗ്രസിന് വിശ്രമമുള്ളൂ എന്ന അസന്നിഗ്ധമായി പറയുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്.